ഹലോ ഗൈസ്, നമ്മുടെ രേണു സുധിയുടെ ബാർ ഡാൻസ് എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയക്കകത്ത് കുറെ കാര്യങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. നെഗറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നല്ല റോസാപ്പൂക്കൾ വീഴുന്നൊരു തരം സെൻസേഷൻ ആണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാർ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലേ എന്ന് സീരിയസ് ആയിട്ട് ചോദിച്ചു. എന്റെ വീഡിയോ കാണാൻ ആഗ്രഹിച്ച് ചോദിച്ചു എന്ന് നുണ പറയുന്നില്ല. നമ്മളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ച ആളുകൾക്ക് മറുപടി എന്ന പോലെ നമ്മളത് അങ്ങോട്ട് ചെയ്യാണ്. എന്താ രേണുവിന്റെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ, രേണു ബാറിപ്പോയി ഡാൻസ് കളിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അതിനൊരു മറുപടി എന്ന പോലെ ഒരു വീഡിയോ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം. പിന്നെ ഈ ബാറ് പോയി ഡാൻസ് കളിക്കുന്നൊന്നും അത്ര വലിയ സീനുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ഞാൻ ലാസ്റ്റിലോട്ട് പറയും. അതിന് മുമ്പ് നമുക്ക് പുള്ളിക്കാരിന്റെ ഡാൻസും ആ എക്സ്പ്ലനേഷനും കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, നമസ്കാരം. ഞാൻ രേണു സുധിയാണ്. അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് പാപ്ലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, അതിന് പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണിത്. സോ ഞാൻ പ്രൗഡാണ്. ഞാനൊരു കലാകാരി എന്ന നിലയിൽ, അല്ലെങ്കിൽ എനിക്ക് പ്രമോഷന് എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത്. മനസ്സിലായോ? അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ, ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ പറഞ്ഞില്ല, ഞാനിതൊന്നും കാണാറില്ല. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. എനിക്കതിനകത്തൊന്നും ഒരു വിഷയം, ചേച്ചിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷേ ചേച്ചി കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കും. വിവാദങ്ങളൊന്നും ഒരു പേടിയേ ഇല്ല. എനിക്ക് ആരെന്ത് പറഞ്ഞാലും ഒരു വിഷയമേ അല്ല. പക്ഷെ ഞാൻ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കും. ബാക്കി കാരണം റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട്, വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും. രേണുസുധിയാണല്ലോ റീച്ചില്ല, ആള് തട്ടിക്കോട്ടെ, എനിക്കൊരു വിഷയമില്ല. ഞാനിവിടെ വന്നത് പാപ്ലോൺ റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് വന്നത്. രേണുസുധി അത് ഭംഗിയായിട്ട് ചെയ്യുന്നു. ഡാൻസ് കളിക്കുന്ന അത്ര തെറ്റൊന്നുമല്ല. ഓക്കെ, ബൈ. ഡാൻസ് കളിക്കുന്ന അത്ര വലിയ തെറ്റുള്ള കാര്യമൊന്നുമില്ല. ആരടാ പറഞ്ഞ ഡാൻസ് കളിക്കുന്നത് തെറ്റാണെന്ന്? എന്തായാലും നമുക്ക് ചേച്ചീന്റെ ഡാൻസ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഇതാണ് പുള്ളിക്കാരി ബാറിൽ വെച്ച് കളിച്ച ഡാൻസ്. ബാർ ഡാൻസറായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ആദ്യമൊക്കെ അത്യാവശ്യത്തിന് നെഗറ്റീവ് വഴി ആളുകളുടെ ഇടയിൽ പോസിറ്റീവായിട്ട് ഒരു ഇമേജ് സൃഷ്ടിച്ച ഒരാളാണ്. പിന്നീട് ഉണ്ടായ ഒരു പോസിറ്റീവ് ഇമേജ് പോകെ അവരുടെ പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും ഞാൻ എന്തോ വലിയ സംഭവമായി, എനിക്ക് ഒരുപാട് കഴിവുണ്ട് എന്ന് അനാവശ്യമായിട്ട് ഒരുപാട് പേര് അവരെ മോട്ടിവേറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് തനിക്കില്ലാത്ത കഴിവും കൂടെ ഉണ്ട് എന്ന് കരുതിയിട്ട് അതെല്ലാം അങ്ങോട്ട് ചാടിക്കയറി ചെയ്തുകൊണ്ട് ഈ ഫുൾ ടൈം എയറിലിരിക്കുന്ന ഒരാളാണ് ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ. അപ്പൊ അവർക്ക് ഞാൻ എന്തോ വലിയ സംഭവമായി പോയി, എനിക്ക് പാട്ട് പാടാൻ അറിയാം, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം, ഞാൻ അഭിനയിക്കാൻ അറിയാം, ഞാൻ വലിയൊരു കലാകാരിയാണ് എന്നുള്ളൊരു സ്വന്തം ആയിട്ടുള്ളൊരു ബോധം അങ്ങോട്ട് വന്നു. കാരണം കലാകാരി എന്ന് പറയുന്ന തക്കത്തിൽ പുള്ളിക്കാരി ഒരു നർത്തകിയല്ല, ഒരു നല്ലൊരു ക്ലാസിക്കൽ ഡാൻസറോ സിനിമാറ്റിക് ഡാൻസറോ അല്ല, നല്ലൊരു ഗായികയല്ല, തരക്കേടില്ലാതെ എല്ലാവരും പാടുന്ന പോലെ പാടുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല, നല്ലൊരു അഭിനേത്രിയല്ല. ഈ വക കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരിനെ എങ്ങനെയാണ് നമ്മളൊരു കലാകാരി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഏതോ 2, 3, 4 ആൽബത്തിൽ അഭിനയിച്ചവരെല്ലാവരും കലാകാരന്മാരാണെങ്കിൽ എന്തുകൊണ്ട് അലൻ ജോസ് പെരേരനെ ഒരു കലാകാരനായിട്ട് സമൂഹം അംഗീകരിക്കുന്നില്ല? ഒരുപാട് പേര് അയാളെ ഇപ്പോഴും കളിയാക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. എന്റെ ശരിയാണെങ്കിൽ രേണു അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ സീരിയലായിട്ടും ആൽബമായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ പുള്ളിക്കാരനെ ആരും ഇതുവരെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈ അലൻ ജോസ് പെരേരന്റെ ഒരു ലേഡി വേർഷനാണ് ഈ രേണു സുധി. ഇപ്പൊ അങ്ങനെയാണ് അവരായിക്കൊണ്ടിരിക്കുന്നത്. എവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും ഞാനത് ചെയ്യാൻ തയ്യാറാണ്, ഐ എം വില്ലിംഗ് എന്ന് പറയുന്ന ഒരു സാധനം അവർക്കുള്ളേ വന്നു കഴിഞ്ഞു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബാർ ഡാൻസ് കളിക്കുന്നവരെല്ലാവരും മോശം സ്ത്രീകളാണ് എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എത്രയോ ആളുകൾ വിവാഹം കഴിഞ്ഞിട്ട് ഈ അമേരിക്കയിലും എല്ലാ സ്ഥലങ്ങളിലൊക്കെ എത്രയോ ആൾക്കാർ വിവാഹം കഴിഞ്ഞ് മക്കളുള്ള ആൾക്കാരൊക്കെ ഈ ബാർ ഡാൻസിങ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ അവർ പബ്ബിൽ പോയി ക്യാബറ കളിച്ചാലും നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല.
കാരണം എന്താ വെച്ചാൽ നമ്മൾ റിലേറ്റ് ചെയ്ത് സംസാരിച്ച വീഡിയോസ് അത്രയും തന്നെ അവരെ പ്രവർത്തി കൊണ്ടും സംസാരം കൊണ്ടും കുറച്ച് പേര് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വേറെ കുറച്ച് ആൾക്കാരും കൂടെ എഫക്ട് ചെയ്യാനിടയിൽ ഫിറോസ്, താജുദ്ദീൻ, പിന്നെ എന്താ നമ്മളെ ബിഷപ്പ്, ഇവർക്കൊക്കെ അവരുടെ ഇമേജിനെയും ബിസിനസിനെയും ബാധിക്കുന്ന തരത്തിൽ രേണുവിന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്സ് ഉണ്ടായ സമയത്താണ് നമ്മൾ അവരെ കുറിച്ച് കൂടുതലായിട്ട് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഗർഭത്തിന്റെ ഇഷ്യൂ അതൊക്കെ എന്താണ് അവർ ഈ സുധീന്റെ പേര് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാരണം കൊണ്ട് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ബാർ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്താണ് അവിടെ ഒരു ആവശ്യമുള്ളത്? ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ രേണുവിനെ ഈ ഒരു വിധവകളുടെ പ്രതിനിധി എന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഇവർക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേകതയില്ല. രേണു വിധവ ആയതുകൊണ്ട് രേണുവിന് പ്രത്യേക പ്രിവിലേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ വിധവകളാവുന്നുണ്ട്. അവരൊക്കെ അവരുടെ മക്കളെ പല രീതിയിൽ, മാന്യമായ രീതിയിൽ എന്ന് പറയുന്നില്ല, എല്ലാ രീതികൾക്കും അതിൻ്റെതായ മാന്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടേതായ രീതികളിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, വളർത്തിയെടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിധവകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം അവിടെ വരാൻ പാടില്ല. കാരണം ഇതിലും നന്നായിട്ട്, അതായത് സ്വന്തം മക്കൾ, വളർന്നു വരുന്ന മക്കളുടെ വില കളയാതെ, പേര് കളയാതെ, അവരെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ നിലവിലെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വേർവിട്ട് പോയ ഭർത്താവിൻ്റെ ആ ഒരു ഇമേജോ കാര്യങ്ങളോ വിൽക്കാതെ ജീവിക്കുന്ന ഒരുപാട് വിധവകൾ ഈ ഫിലിം ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലും അല്ലാതെ സൊസൈറ്റിയിലൊക്കെ ജീവിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ. അല്ലാതെ സുധി മരിച്ചു പോയത് എന്തോ വലിയ സംഭവമാണ് എന്നൊന്നും കേരളത്തിലില്ല. അങ്ങനെ ഒരു വിഷയമേ ഇല്ല. സുധി മരിച്ചെന്തോ വലിയ വിഷയമായി പോയി എന്നൊരു സംഭവമൊന്നും കേരളത്തിലില്ല. ഉണ്ടോ ആർക്കെങ്കിലും അങ്ങനെ സുധി മരിച്ചു പോയതുകൊണ്ട് എന്തോ വലിയ നഷ്ടമുണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഒരു സീൻ ഉണ്ടായിട്ടുണ്ടോ? സംഭവം ശരി, അയാൾ ഒരു കലാകാരനായിരുന്നു, അയാൾ മരിച്ചുപോയി. അതേപോലെ തന്നെ നമ്മൾ ഇന്നസെന്റ്, കൊച്ചിൻ അനീഫ, അങ്ങനെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ഭാര്യമാര്, മനുഷ്യരുടെ അവരുടെയൊക്കെ ഭാര്യമാര് വിഡോസ് തന്നെയാണ്. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയൊന്നും ഈ രേണു എന്ന് പറയുന്ന സ്ത്രീക്ക് ഇല്ല. ഫിനാൻഷ്യലി അവർ കുറച്ച് പുറകോട്ടായിരിക്കും. രേണുവിനേക്കാളും ഫിനാൻഷ്യലി പുറകോട്ട് നിൽക്കുന്ന, സപ്പോർട്ടില്ലാത്ത, സഹായിക്കാൻ ആളില്ലാത്ത ഒരുപാട് വിധവകൾ ഇപ്പോഴും സൊസൈറ്റിയിൽ സഫർ ചെയ്യുന്നുണ്ട്. കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അല്ലാതെ രേണു വിധവയായതുകൊണ്ട് അവർ ആക്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ദയവേത് എൻ്റെ വീഡിയോന്റെ താഴെ ആരും വന്ന് കമന്റ് ചെയ്യരുത്. ഞാൻ ഒരുപാട് തവണ പറയണമെന്ന് കരുതിയതാണ്, പക്ഷേ ഇതിപ്പോൾ നിങ്ങളായിട്ട് പറയിപ്പിച്ചതാണ്. ഇപ്പോൾ അവർ ബാറ് പോയി ഡാൻസ് കളിച്ചതിനോട് എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമോ നീരസോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അവർ കളിച്ചോട്ടെ, അവർക്ക് ബാർ പോയി ഡാൻസ് കളിച്ചാൽ പൈസ കിട്ടുന്നതിൻ്റെ അവർ കളിച്ചോട്ടെ. നാളെ പബ്ബ് പോയി ക്യാമറ കളിച്ചാൽ അത് പൈസ കിട്ടുന്നതിൻ്റെ അവർ മേടിച്ചോട്ടെ. അത് അവരെ ഫാമിലിയിൽ അവരെ അച്ഛൻ, അമ്മ, മക്കൾ മാത്രം റിലേറ്റ് ചെയ്തിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു വിഷയമാണ്. മക്കൾക്ക് നാണക്കേടില്ലേ, പിന്നെ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ ഇടപെട്ട വിഷയങ്ങൾ അത്ര തന്നെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബിസിനസ്സിനെയും ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു സ്റ്റാറ്റസിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വീഡിയോസ് എഗെയിൻസ്റ്റ് ആയിട്ടും കുറച്ച് വീഡിയോസ് സപ്പോർട്ടൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ അവരുടെ ഇഷ്ടമാണെങ്കിൽ അവർ കളിച്ചോട്ടെ. ക്യാമറ നല്ലതല്ലേ, നല്ല ഡാൻസ് ഒക്കെ ആണല്ലോ കളിക്കുന്നത്. പിന്നെ അത് കാണികൾക്കൊരു സന്തോഷമൊക്കെ ആയിരിക്കും വെള്ളമടിക്കുന്ന സമയത്ത്. പിന്നെ അവിടെ കുറച്ച് ഫാമിലീസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് ബാറിൻ്റെ ഉദ്ഘാടനം ആയതുകൊണ്ടായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും സുധിയുടെ ഭാര്യ എന്ന നിലയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ രേണുവിനെ കുറിച്ചിട്ട്. സുധി എന്ന് പറയുന്ന വ്യക്തി മരിക്കുവോളം സ്വന്തം ഭാര്യ മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കപ്പെടുന്ന ഒരു വസ്തു ആവരുത് എന്നുള്ളൊരു ചിന്താഗതിയും മറ്റു പലതും ഉള്ളതുകൊണ്ടായിരുന്നിരിക്കണം അയാളുടെ ഭാര്യനെ വളരെ നന്നായിട്ട് അച്ചടക്കം എന്നൊക്കെ പറയാം, അച്ചടക്കമുള്ള രീതിയിലുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളും മേക്കപ്പ് ആവട്ടെ എല്ലാം ആവട്ടെ, അയാൾ മരിക്കുന്ന അത്രയും കാലം നമ്മൾ ഇന്റർവ്യൂസിലൂടെയും പിന്നെ സുധിന്റെ കൂടെയുള്ള ഇമേജസിലൂടെയും സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ കണ്ട രേണു സുധി ഡിഫറെന്റ് ആയിരുന്നു. പക്ഷേ സുധി മരിച്ചതിന് ശേഷം രേണുവായിട്ടാണ് ജീവിക്കുന്നത്. ഇതാണ് രേണു സുധിയുടെ ലൈഫ് സ്റ്റൈല്. ആദ്യം ജീവിച്ചത്, സുധി കൂടെയുള്ള സമയത്ത് ജീവിച്ചത് സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായിട്ടാണ്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു. ഇനി അങ്ങോട്ട് ജീവിക്കുന്നത് രേണുവാണ്. രേണുവിന്റെ ലൈഫ് സ്റ്റൈലാണ്. എനിക്ക് വീഡിയോസ് പേടിയില്ല, നെഗറ്റീവ്സ് പേടിയില്ല, റിയാക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ പറയുന്നത്. പുള്ളിക്കാരിക്ക് നല്ല പൊള്ളലുണ്ട്, നല്ല വിഷമുണ്ട്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ കാണുമ്പോഴേക്കും അതിന് ചാടി കയറിതാക്കുന്നത്. എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് നെഗറ്റീവ്സ് ഒക്കെ ആഹാരങ്ങളാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു ഡ്രാമ ഇറക്കുന്നത്. സംഭവം പുള്ളിക്കാരിക്ക് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അവരുടെ കമന്റ് വഴിയും റിയാക്ഷൻസ് വഴിയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പം നാളെ അവര് കേരളത്തിലെ ഏതെങ്കിലും ബാറിൽ ഇരുന്നിട്ട് ഡാൻസ് കളിച്ചു കഴിഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് അഭിപ്രായമൊന്നുമില്ല. അത് പുള്ളിക്കാരിൻ്റെ ഇഷ്ടം. ബാറിൽ ഡാൻസ് കളിക്കണോ, പബ്ബിലെ ക്യാമറ കളിക്കണോ, അമ്പലത്തിൻ്റെ അതിൽ ഭരതനാട്യം കളിക്കണോ, പള്ളിയിൽ മാർഗംകളി കളിക്കണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളി കളിക്കണോ എന്നുള്ളതൊക്കെ പുള്ളിക്കാരിൻ്റെ ഇഷ്ടമാണ്. അവിടെ മൂന്നാമതൊരാളോ രണ്ടാമതൊരാളോ എഫക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവർ ബാറിൽ പോയി ഡാൻസ് കളിച്ചിട്ട് ആ വീഡിയോ കണ്ടതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയൊന്നുമില്ല. അവരെന്തെങ്കിലും കാണിച്ചോട്ടെ. കാരണം നമ്മൾ ഈ അനാവശ്യമായിട്ട് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്ന പോലെയാണ് അവർക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. അല്ലാതെ അവരുടെ നല്ലതിന് വേണ്ടിയും കൂടെ പറയുന്നതാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു തിരിയാനുള്ളൊരു മൈൻഡോ അവർക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലെ കാര്യങ്ങളിലേക്കൊന്നും ഇടപെടില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞാണ്. അതുകൊണ്ട് രേണു ഇനിയിപ്പോൾ ബാറിൽ പോയി ഡാൻസ് കളിച്ചാലും വേറെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ആ ഒരു ഭാഗത്തോട്ട് ഇടപെടാൻ നിൽക്കുന്നില്ല. കൂടാതെ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആർക്കെങ്കിലും അവരുടെ പെരുമാറ്റം കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ